നമ്മൾ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു പ്രശ്നമാണ് ചെറുതായിട്ടൊന്ന് വീണു അപ്പം എനിക്ക് എല്ല് ഫ്രാക്ചറായി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രാക്ചർ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള പ്രശ്നമാണോ? എന്തുകൊണ്ടാണ് അത് ഇത്രയും കോമൺ ആയിട്ട് കാണുന്നത്? ഇതിനകത്ത് വളരെ നല്ലൊരു ചോദ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ പലപ്പോഴും മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനും സ്കിന്നിനെ ബ്യൂട്ടിഫൈ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ ഒത്തിരി സമയം ചെലവഴിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ എല്ലുകളെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബോൺസിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാറുമില്ല, അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറുമില്ല. അപ്പോൾ പലപ്പോഴും നമ്മുടെ ബോൺസ് വീക്ക് ആവുമ്പോൾ അല്ലെങ്കിൽ പല കാരണത്താൽ നമ്മുടെ എല്ലുകളുടെ ബലക്ഷയം സംഭവിക്കുമ്പോൾ ഓസ്റ്റിയോപൊറോസിസ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ അതുണ്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ സാധാരണ ഒരു ചെറുതായിട്ട് നമ്മളൊന്ന് കാലൊന്ന് മടങ്ങി അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് തട്ടി അപ്പോഴത്തേക്കും നമുക്ക് ഫ്രാക്ചർ വരുന്ന സാഹചര്യം പല ആൾക്കാരിലും കാണാറുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എല്ലുകൾക്ക് ബലക്ഷയം സംഭവിക്കുക, അല്ലെങ്കിൽ അതിന്റെ ടെക്നിക്കൽ ടേം ഓസ്റ്റിയോപൊറോസിസ് എന്നാണ്. ഇത് ഏത് പ്രായക്കാരിലാണ് കൂടുതലായിട്ട് കാണുന്നത്? നമ്മൾ സാധാരണ കേൾക്കുന്ന പ്രായം ചെന്നവരിലാണ് അത് വരുന്നതെന്നാണ്, അങ്ങനെയാണോ? അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. കൂടുതലും പ്രായം ചെന്നവരിലാണ് കാണുന്നത്. പക്ഷേ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷന്റെ പല റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ആ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള വ്യക്തികളാണെങ്കിൽ പലപ്പോഴും യങ്ങർ ഏജ് ഗ്രൂപ്പിലും 35 വയസ്സിലും 40 വയസ്സിലും അല്ലെങ്കിൽ അതിന് താഴെയും പലപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് അത് മുതിർന്നവരിൽ മാത്രം കാണുന്ന പ്രശ്നമാണ്, അല്ലെങ്കിൽ എൽഡേഴ്സിൽ മാത്രം കാണുന്ന, അല്ലെങ്കിൽ ഓൾഡർ പീപ്പിളിൽ മാത്രം കാണുന്ന ഒരു പ്രോബ്ലമാണെന്ന് വിചാരിച്ച് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിലുള്ള കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും ആ കാരണങ്ങളും റിസ്ക് ഫാക്ടേഴ്സും നമ്മളെ ബാധിക്കുന്ന ഒരു കേസാണ്, അല്ലെങ്കിൽ നമുക്ക് ആ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രായത്തെ ഫോണിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. ഈ റിസ്ക് ഫാക്ടേഴ്സ് നമുക്കുണ്ടെങ്കിൽ അതിനെ ചികിത്സിക്കാനും അതിനെ മറികടക്കാനും ആയിട്ടുള്ള സ്ട്രാറ്റജീസ് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഡോക്ടർ ഇപ്പം പറഞ്ഞല്ലോ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെന്ന്. അപ്പോൾ എന്തൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ്? അപ്പോൾ അത് നേരത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി വല്ല ബ്ലഡ് ടെസ്റ്റോ എക്സ്റേയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടർ നമുക്ക് ഒരു 60 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ. രണ്ടാമത് 50 വയസ്സിന് മുകളിലുണ്ട്, പക്ഷെ നമുക്ക് ഇതിനു മുമ്പേ വളരെ പെട്ടെന്ന് നമ്മൾ വിചാരിക്കാത്ത സാഹചര്യത്തിൽ നമുക്കൊരു ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. മൂന്നാമത് നമ്മുടെ പേരൻസിൽ ഈ ഓസ്റ്റിയോപൊറോസിസും അതുപോലെ ബലക്ഷയം വന്ന് അങ്ങനെ ഫ്രാക്ചേഴ്സ് ഉണ്ടാകുന്ന ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചില റിസ്ക് ഫാക്ടേഴ്സ് അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവാം. നാലാമത് നമ്മൾ പ്രത്യേക ചില മരുന്നുകൾ എടുക്കുന്നുണ്ടെങ്കിൽ, സ്റ്റീറോയിഡ് ടാബ്ലറ്റ്സ് ആണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്. കാരണം സ്റ്റീറോയിഡ് ടാബ്ലറ്റ്സ് ചിലപ്പോൾ ആസ്മ ഉള്ളവരെടുക്കും, അതുപോലെ വാദസംബന്ധമായിട്ട് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അതുപോലെയുള്ള പ്രശ്നങ്ങളിൽ, അതുപോലെ ചിലപ്പോൾ ആവശ്യമില്ലാത്ത കേസുകളിലും ചിലപ്പോൾ സ്റ്റിറോയിഡ് മരുന്നുകൾ ആൾക്കാർ 3 മാസം അല്ലെങ്കിൽ 6 മാസമൊക്കെ എടുക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ആവശ്യമുള്ള ഘട്ടങ്ങളിൽ സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ പോലും പ്രൊട്ടക്ഷൻ ഇല്ലാതെ, അല്ലെങ്കിൽ ഈ ബോൺസിന്റെ സ്ട്രെങ്തനിങ്ങിന് വേണ്ടി നമ്മൾ ആവശ്യമുള്ള പ്രൊട്ടക്ഷൻ ഇല്ലാത്ത രീതിയിൽ നമ്മൾ സ്റ്റിറോയിഡ് ടാബ്ലറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ വേറൊരു റിസ്ക് ഫാക്ടറാണ് ചില ഡിസീസസ്. പ്രമേഹം, ടൈപ്പ് 2 ഡയബറ്റീസ് അതിനൊരു റിസ്ക് ഫാക്ടറാണ്. ടൈപ്പ് 1 ഡയബറ്റീസിലും ഉണ്ടാവാം. അതുപോലെ തന്നെ തൈറോയിഡ് കൂടുതൽ പ്രവർത്തിക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ തൈറോയിഡിന് മുകളിലുള്ള ഒരു ചെറിയ ഗ്ലാൻഡ് ഉണ്ട്, പാരാതൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാരാതൈറോയിഡ് ഗ്രന്ഥികൾ കൂടുതൽ പ്രവർത്തിക്കുക, തൈറോയിഡ് അനാവശ്യമായി കൂടുതൽ പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ചില ആൾക്കാരിൽ ഈ മെയിൽ ഹോർമോൺ ടെസ്റ്റോസ്റ്ററോൺ താഴ്ന്നു നിൽക്കുന്ന സാഹചര്യം. സ്ത്രീകളിലാണെങ്കിൽ നേരത്തെ അവർ ഈ ഹിസ്റ്റക്ടമിയും അതിന്റെ കൂടെ ഈ ഓവറീസും ഒക്കെ എടുത്തു കളഞ്ഞിട്ട് നേരത്തെ തന്നെ ആർത്തവ വിരാമം, പ്രിമച്വർ മെനോപോസ്, ഇതിന്റെ ഒരു സൈഡ് ഇഫക്റ്റ് പലപ്പോഴും എല്ലുകൾക്ക് ബലം കുറയുകയും അങ്ങനെ ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു കാരണം. അതുപോലെ തന്നെ ചില ആൾക്കാരിൽ ഈ ഡൈജസ്റ്റീവ് ട്രാക്ട് പ്രോബ്ലംസ് ഉണ്ട്, ഈ സീലിയാക് ഡിസീസ്, അതുപോലെ തന്നെ ഇൻഫ്ലമേറ്ററി ബവൽ സിൻഡ്രോംസ്. നമ്മുടെ ഈ ആമാശയത്തിൽ കുഴപ്പങ്ങളുണ്ട്, നമുക്ക് കാൽസ്യം ശരിക്കും അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിലെല്ലാം ഈ ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. പിന്നെ വേറെയും ചില റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ്, അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് വളരെ കുറവാണെങ്കിൽ, ബോഡി മാസ് ഇൻഡെക്സ് ലെസ് ദാൻ 19, അധികം ഒന്നും കഴിക്കാതെ വളരെ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ഇത് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അഡിക്വേറ്റ് ആയിട്ട് കാൽസ്യം, വൈറ്റമിൻ ഡി ഇതൊന്നും എടുക്കേണ്ട സാഹചര്യത്തിൽ നമ്മൾ എടുക്കുന്നില്ല, ഇതെല്ലാം ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് ഓസ്റ്റിയോപൊറോസിസ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആക്ടിവിറ്റി കുറവാണെങ്കിലും ഓസ്റ്റിയോപൊറോസിസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഓവർവെയിറ്റ് ഒരു റിസ്ക് ഫാക്ടർ അല്ലേ? ഓവർവെയിറ്റ് ഓസ്റ്റിയോപൊറോസിസിന് ഒരു റിസ്ക് ഫാക്ടർ അല്ല, പക്ഷേ ഓവർവെയിറ്റ് കാരണം നമുക്ക് ചിലപ്പോൾ വീഴാനായിട്ടുള്ള സാധ്യത
കൂടുതലുണ്ട്. അപ്പോൾ ഹിസ്റ്ററി ഓഫ് ഫോൾസ്, നമുക്ക് ബാലൻസ് പ്രോബ്ലംസ് ഉണ്ട്, നമുക്ക് വീഴാനായിട്ടുള്ള സാധ്യതയുണ്ടെങ്കിൽ അതിന് നമ്മൾ പ്രിക്കോഷൻ എടുക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ ഫ്രാക്ചർ വരാനായിട്ടുള്ള സാധ്യത, ഓസ്റ്റിയോപൊറോസിസ് വരാനായിട്ടല്ല, പക്ഷേ ഓസ്റ്റിയോപൊറോസിസ് ഉള്ളൊരു വ്യക്തി വീഴുമ്പോഴാണല്ലോ പലപ്പോഴും ഫ്രാക്ചർ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ റിസ്ക് ഫാക്ടർ ഉണ്ട്. പക്ഷേ ശരിക്കും ഓസ്റ്റിയോപൊറോസിസിന്റെ റിസ്ക് ഫാക്ടർ നമ്മൾ വളരെ മെലിഞ്ഞ് ശോഷിച്ചിരിക്കുന്നു. BMI, ബോഡി മാസ് ഇൻഡെക്സ് <19, അതാണ് അതിന്റെ ഒരു റിസ്ക് ഫാക്ടർ. അപ്പോൾ ഇത് നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് എന്തെങ്കിലും ടെസ്റ്റ് അവൈലബിൾ ആണോ? ബ്ലഡ് ടെസ്റ്റോ എക്സ്റേയോ അങ്ങനെ എന്തെങ്കിലും? ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ടെസ്റ്റുകൾ ഒരർത്ഥത്തിൽ നല്ലതാണ്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ പ്രമേഹം നിയന്ത്രണത്തിലാണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട്, അതുപോലെ പാരതൈറോയ്ഡ് ഗ്രന്ഥി കൂടുതൽ പ്രവർത്തിക്കുന്നുണ്ടോ, കാൽസ്യം കൂടുതലാണോ, അതുപോലെ തന്നെ തൈറോയ്ഡ് ഗ്രന്ഥി കൂടുതൽ പ്രവർത്തിക്കുന്നുണ്ടോ, ഇതൊക്കെ നോക്കാനായിട്ട് നമുക്ക് ബ്ലഡ് ടെസ്റ്റുകൾ വേണം. ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ബ്ലഡ് ടെസ്റ്റുകളില്ല. പക്ഷേ ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ ബലക്ഷയത്തിന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് നടക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ചിലപ്പോൾ ബോൺ ടേൺ ഓവർ മാർക്കേഴ്സ് നമ്മൾ ബ്ലഡിൽ നോക്കാറുണ്ട്. അപ്പോൾ ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടെസ്റ്റ് ഒരു ഡെക്സാ സ്കാൻ എന്ന് പറയുന്ന ഒരു എക്സ്റേ പോലത്തെ ഉള്ള ഒരു ടെസ്റ്റാണ്. അതൊരു എക്സ്റേ അല്ല, പക്ഷേ എക്സ്റേ പോലെ എടുക്കുന്ന ഒരു ടെസ്റ്റാണ്. അതിൻ്റെ അകത്ത് നമുക്ക് T സ്കോർ എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് കിട്ടും. ഇപ്പോൾ T സ്കോർ -1 ആണെങ്കിൽ നമുക്ക് ഓസ്റ്റിയോപീനിയ ഉണ്ടെന്നും, എന്ന് വെച്ചാൽ ഓസ്റ്റിയോപൊറോസിസ് ആയില്ല പക്ഷെ അതിലേക്ക് പ്രോഗ്രസ് ചെയ്യുന്നു എന്നും, T സ്കോർ -2.5 അല്ലെങ്കിൽ അതിൻ്റെ താഴെയാണെങ്കിൽ നമുക്ക് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ സാധാരണ ഒരു എക്സ്റേയിൽ നിന്ന് നമുക്കൊരു സെൻസിറ്റീവ് ടെസ്റ്റായിട്ട് അത് മനസ്സിലാവില്ല. പക്ഷേ ഡെക്സാ സ്കാൻ ചെയ്യുന്നതിലൂടെ നമുക്ക് തീർച്ചയായിട്ടും ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈ ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ അത് നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്കത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങളാണ്. നമുക്കിത് എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാം, പിന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം. റെക്കഗ്നൈസ് ചെയ്യാനായിട്ടുള്ള സയൻസ് വളരെ ഡിഫിക്കൽട്ടാണ് പലപ്പോഴും. ചില ആൾക്കാർക്ക് ഫ്രാക്ചർ ഉണ്ടാകുമ്പോൾ വേദന ഉണ്ടാവും, പക്ഷേ എല്ലാ കേസിലും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. 2 മാർക്കേഴ്സ് ആണ് സാധാരണ പറയുന്നത്. എസ്പെഷ്യലി ഓൾഡർ ആൾക്കാരിൽ അവരുടെ ഹൈറ്റ് കുറയുന്നുണ്ടെങ്കിൽ, ഹൈറ്റ് പെട്ടെന്ന് ഒരു 4 സെന്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് വെർട്ടിബ്രൽ ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ടാവാം. നമ്മളത് മനസ്സിലാക്കാതെ ഇരിക്കുന്നതായിരിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ചില ആൾക്കാർക്ക് കൂന് കൂടുതൽ തുടങ്ങുന്നുണ്ടെങ്കിൽ അതും ചിലപ്പോൾ ഒരു ഫ്രാക്ചർ ഉണ്ടായതിന്റെ ഒരു സൈൻ ആയിരിക്കാം. അവർക്ക് ചിലപ്പോൾ വേദന ഉണ്ടാവണമെന്നില്ല. അപ്പൊ അങ്ങനത്തെ സൈൻസ് നമ്മൾ നോട്ട് ചെയ്യണം. പ്രത്യേകിച്ച് നമ്മുടെ പ്രായം ചെന്ന വീട്ടിലുള്ള അച്ഛനമ്മമാരോ അല്ലെങ്കിൽ അപ്പൂപ്പന്മാരോ ഒക്കെ അങ്ങനെയുള്ളവരെ നമ്മളത് ആ ഒരു കാര്യത്തിൽ നമ്മളത് ഫോക്കസ് ചെയ്യണം. പലപ്പോഴും നമ്മളിത് അവരുടെ പ്രായം കൊണ്ട് മാത്രമാണെന്നുള്ള രീതിയിൽ നമ്മൾ തള്ളിക്കളയാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിന്റെ പ്രാക്ടിക്കൽ ടിപ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന്, മോസ്റ്റ് ഇമ്പോർട്ടന്റ്, അഡിക്വറ്റ് കാൽസ്യം ആൻഡ് വൈറ്റമിൻ ഡി. കാൽസ്യം എന്ന് വെച്ചാൽ ഒരു ദിവസം 1000 മുതൽ 1200 മില്ലിഗ്രാം വരെ നമ്മൾ കാൽസ്യം എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ആണെങ്കിൽ ഒരു നോർമൽ റിക്വയർമെന്റ് ഒരു 600 ഇന്റർനാഷണൽ യൂണിറ്റ് മുതൽ ഒരു 1000 ഇന്റർനാഷണൽ യൂണിറ്റ്സ് പെർ ഡേ ആണ്. അത് നമ്മുടെ ഡയറ്റിലൂടെ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഡയറ്റ് നമുക്ക് ഡയറി പ്രോഡക്ട്സ്, എഗ്, അതിൽ കൂടെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഇതെല്ലാം കിട്ടും. പക്ഷെ അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കാൽസ്യം ആൻഡ് വൈറ്റമിൻ ഡി സപ്ലിമെന്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2, വെയിറ്റ് ബെയറിംഗ് എക്സസൈസസ്. വെയിറ്റ് ബെയറിംഗ് എക്സസൈസ് എന്ന് വെച്ചാൽ വാക്കിംഗ്, ട്രെഡ്മില്ല്, ക്ലൈംബിംഗ് സ്റ്റെയർസ്, നമ്മൾ കോണി അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്നത് വളരെ നല്ല എക്സസൈസ് ആണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മുടെ വെയിറ്റ് ബെയർ ചെയ്തുകൊണ്ടുള്ള എക്സസൈസ് ആയിരിക്കണം. അപ്പോൾ സൈക്ലിംഗ് അതിനൊരു നല്ല എക്സസൈസ് അല്ല, കാരണം നമ്മൾ അവിടെ ശരിക്കും നമ്മുടെ വെയിറ്റ് ബെയർ ചെയ്യുന്നില്ല. അതുപോലെ സ്വിമ്മിംഗ് ഒരു നല്ല എക്സസൈസ് അല്ല ഇതിനു വേണ്ടി, കാരണം അവിടെ അതൊരു നോൺ വെയിറ്റ് ബെയറിംഗ് ആണ്. അപ്പോൾ വെയിറ്റ് ബെയറിംഗ് എക്സസൈസസ് ചെയ്യണം. പിന്നെ റെസിസ്റ്റൻസ് ട്രെയിനിങ്, നമ്മൾ വെയിറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട്, ചെറിയ വെയിറ്റ്സ്, ഡംബൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള വെയിറ്റ്സ് എടുത്തുകൊണ്ടുള്ള ട്രെയിനിങ്. പിന്നെ അഡിക്വറ്റ് കാൽഷ്യം ആൻഡ് വൈറ്റമിൻ ഡി നമ്മൾ ഇൻടേക്ക് വേണം. സൺലൈറ്റ് എക്സ്പോഷർ വളരെ കുറവാണെങ്കിൽ അത് എടുക്കുന്നതും വളരെ നല്ലതാണ്. പിന്നെ ലിമിറ്റിംഗ് സ്മോക്കിംഗ് ആൻഡ് എക്സസ് ആൽക്കഹോൾ. സ്മോക്കിങ്ങും കൂടുതൽ ആൽക്കഹോൾ എടുക്കുന്നതും ബോൺ സ്ട്രെങ്തിനെ പ്രതികൂലമായി ബാധിക്കും. അപ്പൊ അതും അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഡെക്സാ സ്കാനിൽ നമ്മൾ ചെയ്ത് അതിൻ്റെ അകത്ത് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ട് എന്ന് തെളിഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം. അതിൻ്റെ അകത്ത് കാൽഷ്യം, വിറ്റമിൻ ഡി സപ്ലിമെന്റേഷൻ വരും. അതുപോലെ തന്നെ എല്ലുകൾ ഒടിയാതിരിക്കാൻ വേണ്ടി നമുക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം എടുക്കുന്ന ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം എടുക്കുന്ന ടാബ്ലറ്റ്സ്, ബിസ്ഫോസ്ഫോണേറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള ടാബ്ലറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ 6 മാസത്തിൽ ഒരു പ്രാവശ്യം എടുക്കുന്ന ഇഞ്ചക്ഷൻ ഉണ്ട്, ഡെനോസിമാബ് എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഡെയിലി എടുക്കുന്ന പാരതൈറോയ്ഡ് ഹോർമോൺ ഇഞ്ചക്ഷൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്താൽ ഈ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് മനസ്സിലാക്കി നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും പ്രധാനം, സ്റ്റിറോയിഡ് എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിറോയിഡ് 3 മാസത്തിന് മുകളിൽ സ്റ്റിറോയിഡ് എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഇതുപോലെയുള്ള ബോൺ സ്ട്രെങ്തനിങ് ആയിട്ടുള്ള എന്തെങ്കിലും ട്രീറ്റ്മെന്റ്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ട്രീറ്റ്മെന്റ്സിൽ എന്തെങ്കിലും ഒരെണ്ണം നമ്മൾ എടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ ബോൺസ് വീക്ക് ആവുകയും ഫ്രജിലിറ്റി ഫ്രാക്ചേഴ്സ് വരികയും ചെയ്യും. അപ്പം വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പം നമുക്കറിയാം സ്റ്റിറോയിഡ് ലോങ് ടേം എടുക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുകയും ബോൺസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള സ്ട്രാറ്റജീസ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടതാണ്.